നമുക്കിനി കോഴിക്കോടേക്ക് പോകാം. മിഥില ബാലൻ കൂടുതൽ വിശദാംശങ്ങളുമായി ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥില, അങ്ങനെ ആഘോഷ ചടങ്ങുകൾ എവിടെ എത്തി നിൽക്കുന്നു? ഒപ്പം പ്രാർത്ഥനയും. പ്രവിധ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം ഉണ്ണിയേശുവുമായി പുൽക്കൂട്ടിലെത്തി അവിടെയുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ഇനിയിപ്പോൾ വിശ്വാസികൾക്ക് ആർച്ച് ബിഷപ്പിൻ്റെ ക്രിസ്മസ് സന്ദേശമാണ്. അത് അല്പസമയത്തിനകം തന്നെ ബിഷപ്പ് ഈ സന്ദേശം വിശ്വാസികൾക്കായി നൽകും. എന്തുതന്നെയായാലും വലിയ സന്തോഷത്തിലാണ് വിശ്വാസികൾ എല്ലാം ഉള്ളത്. നമ്മൾ ഒരു 10 മണിക്ക് ഇങ്ങോട്ട് എത്തുന്ന സമയം മുതൽ തന്നെ ഇവിടത്തേക്ക് ദേവാലയത്തിലേക്ക് വിശ്വാസികൾ, കോഴിക്കോട്ടെ എല്ലാ ദേവാലയങ്ങളിലേക്കും വിശ്വാസികൾ എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആർച്ച് ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ ക്രിസ്മസ് എന്നത് ഇരട്ടി മധുരമാണ്. ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ആർച്ച് ബിഷപ്പായി ഉയർത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ്, അതിൻ്റെ ഒരു സന്തോഷവും അദ്ദേഹം നേരത്തെ നമ്മൾ കണ്ട സമയത്ത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തുതന്നെയാലും ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വിശ്വാസികളെല്ലാം കാത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് സന്ദേശത്തിനായാണ്. പ്രവിധ. ശരി, മിഥിലാബാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.